അപ്പം ഗൈസ് ഇതായിരുന്നു അവസ്ഥ. അവൾക്ക് കൊലുസ് വേണം എന്ന് ഭയങ്കര ബഹളം. അപ്പം അവിടെ പഴയ കൊലുസ് കൊണ്ടുപോയി മാറി വേറൊരു കൊലുസ് വാങ്ങിക്കാമെന്ന് കരുതി. അപ്പം ഇതാണ് അവിടെ പഴയ കൊലുസ്. ഞങ്ങളവൾക്ക് പാദസരം വാങ്ങാൻ വേണ്ടി പത്തനംതിട്ട പാലത്ര ജ്വല്ലറിയിലാണ് പോയത്. ഞാൻ ചെന്നപ്പോഴേ പറഞ്ഞ് അവരോട് കുഞ്ഞിനൊരു പാദസരം വാങ്ങാനാണെന്ന് പറഞ്ഞ് പഴയ അവിടെ പാദസരം കയ്യിലുണ്ട്, അത് ഞാൻ കൊടുത്തു. അന്നേരം അവരതിൻ്റെ തൂക്കമൊക്കെ നോക്കി. ആ പഴയ പാദസരത്തിൻ്റെ വെയിറ്റ് 20,960 എന്നാൽ ഞാൻ കരുതി ആ സമയം കൊണ്ട് അവൾക്കൊരു വെള്ളിക്കമ്മൽ മേടിച്ചു കൊടുക്കാമെന്ന്. കമ്മൽ ചോദിച്ചപ്പോൾ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നേ. കമ്മൽ വേണോ? ഏത് കമ്മൽ വേണോ? ഏത് കമ്മൽ വേണോ? വലുതല്ലേ? അത്രയും വലുത് വേണ്ട കുഞ്ഞിന്. നീ ഇത് ഇഷ്ടപ്പെട്ടോ? ഇല്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് കമ്മലുകൾ ട്രൈ ചെയ്തു. ചെറിയ ഡിസൈനാണ് നോക്കിയത്. അതിൽ ഞങ്ങൾക്ക് ഒരെണ്ണം ഇഷ്ടപ്പെട്ടത് ഒരു ട്രയാങ്കിൾ പോലെയുള്ള ഒരെണ്ണം വരുന്നത്. അത് നല്ല ഭംഗിയായിട്ട് തോന്നി, ഞങ്ങൾ അതെടുത്തു. മുൻപ് അവിടെ കാതേ കിടന്ന കമ്മലിൻ്റെ തണ്ടിന് ഇച്ചിരി കട്ടി കുറവായിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിട്ടപ്പോൾ ചെറിയ വേദന ഉണ്ടായിരുന്നേ. പിന്നെ പാദസരം നോക്കാമെന്ന് കരുതി. അപ്പോൾ പാദസരത്തിൻ്റെ അളവെടുത്ത് ആദ്യം വേറൊരു പാദസരം വെച്ചിട്ട് അളവെടുത്തു. പിന്നെ ചെറിയ ഡിസൈനാണ് നോക്കിയത്, വലിയ ഹെവി ആയിട്ടൊന്നും നോക്കിയില്ല. ഹെവി ഡിസൈനൊന്നും ഇല്ലാതെ സിമ്പിളായിട്ടുള്ള ഈ പാദസരമാണ് അവൾക്ക് ഇഷ്ടപ്പെട്ടത്. അവൾക്ക് തന്നെയല്ല, എനിക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു കേട്ടോ. സിമ്പിളല്ലേ. പിന്നെ അവിടുത്തെ സ്റ്റാമ്പ്സ് അവൾക്ക് കമ്മൽ ഇട്ട് കൊടുത്തു, അതേപോലെ തന്നെ പാദസരവും ഇട്ട് കൊടുത്തു. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, കൊലുസ് കാലിലിടുമ്പോഴേ ഒരു പ്രത്യേക ഭംഗിയാണ് കാലിനല്ലേ, ഒരു പ്രത്യേക അഴകായിരിക്കും. ഇവിടെ കാലത്ത് തന്നെയാണെങ്കിലും കൊലുസ് ഇടുന്നതിന് മുമ്പും ഇപ്പം കൊലുസ് ഇട്ടതിന് ശേഷമുള്ള വ്യത്യാസം കണ്ടില്ലേ. ഇട്ട് കഴിയുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണല്ലേ. അപ്പോൾ ഞാൻ കരുതി എനിക്ക് വന്ന ഒരു ചെറിയൊരു മേക്കാതിൻ്റെ കമ്മൽ മേടിച്ചിടാമെന്ന് കരുതി. അപ്പോൾ എൻ്റെ കാതേ കിടന്നൊരു ഡയമണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു പ്രാവശ്യം ആണി പോയിട്ട് ശരിയാക്കിയത് കൊണ്ട് പിന്നെ ആണി പോവാതിരിക്കാൻ നല്ല ടൈറ്റാക്കി നെയിൽ പോളിഷൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കരുത് കേട്ടോ. അപ്പോൾ അത് ഊരിയെടുക്കാൻ ഇച്ചിരി പാടായിരുന്നു. ഇപ്പുറത്തെ കഥയിലെ കമ്മൽ ഊരാനും ഇടാനും അതേപോലെ പാടായിരുന്നു. ജീവൻ പോയി എന്ന് പറയാം. ഞാൻ സ്വന്തമായിട്ട് തന്നെ പറയുമായിരുന്നു എൻ്റെ അഹങ്കാരത്തിൻ്റെ ആണെന്ന്. കാരണം എന്ന് വെച്ചാൽ ഡയമണ്ട് കമ്മലിൻ്റെ ആണിക്ക് കട്ടി കുറവാണ്. അതേപോലെ തന്നെ ഞാൻ ഇതിൻ്റെ തണ്ടുണ്ടല്ലോ, അത് രണ്ടാമത് ആണി കളഞ്ഞതിന് രണ്ടാമത് വെച്ചത്. അന്ന് വന്നപ്പോൾ ഒരെണ്ണത്തിന് കട്ടി കൂടുതലും ഒന്നിന് കട്ടി കുറവും എന്നുള്ള രീതിയിലാണ് വന്നത്. അതിലൂടെ ഇതിങ്ങനെ ടൈറ്റായിട്ട് ഇഷ്ടപ്പെടുത്തേക്കും അങ്ങ് ജീവൻ പോകുന്ന വേദനയായിരുന്നു കേട്ടോ. കമ്മൽ ഊരിയപ്പോഴും അതെ, കമ്മൽ ഇട്ടപ്പോഴും അതെ, നല്ല വേദനയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു സർക്കസൊക്കെ കഴിഞ്ഞ് കാതേ കമ്മലൊക്കെ ഇട്ടു. വളരെ കഷ്ടപ്പെട്ടാണല്ലോ ഇട്ടത്. അതുകൊണ്ട് പിന്നെ ഇനിയും വേറെ ഇതിനെക്കാട്ടി ബെറ്ററായിട്ട് ഏതെങ്കിലും ഉണ്ടോയെന്നൊന്നും നോക്കാമൊന്നും പോയില്ല. എടുത്തത് മതിയെന്ന് വെച്ചു. അതിൻ്റെ കൂടെ അവരുടെ വക ഒരു മോട്ടിവേഷന് കൊള്ളാം, നല്ലതാണെന്നൊക്കെ പിന്നെ സമാധാനമായി. അല്ലേലും അങ്ങനെയല്ലേ, നമ്മളിടുന്നത് മറ്റൊരാൾ കൊള്ളാമെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. പിന്നെ ബിൽ സെഷൻ വന്നു. എന്നിട്ട് എത്രയായി എമൗണ്ട് എന്നുള്ള കാര്യം അവർ പറഞ്ഞു തന്നു. 5,893 എന്തെല്ലാം പറഞ്ഞാലും കുഞ്ഞി ഹാപ്പിയായി. അവൾക്ക് കമ്മലും കിട്ടി, പാദസരവും കിട്ടി. പിന്നെ ഞാൻ ഒരു പാദസരവും ഒരു മോതിരവും ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അങ്ങനെ ഒരു വലിയ കുസ്തി പിടുത്തത്തോടുള്ള പർച്ചേസിങ് കഴിഞ്ഞിട്ട് നമ്മുടെ രാജകുമാരി ഇതാ ഇറങ്ങി വരുന്നു. പിന്നെ എൻ്റെ സ്വന്തം പേഴ്സണൽ ഡ്രൈവറായ പപ്പയാണ് കൂട്ടുള്ളത്. ബൈ ബൈ.